നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആഘോഷിച്ചു. വിവിധ ദേവാലയങ്ങളിൽ ഓശാന തിരുകർമ്മങ്ങൾ നടന്നു. പിണറായി സർക്കാരിന് മൂന്നാം ഊഴം കിട്ടുമെന്നത് വ്യാമോഹം മാത്രമാണെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ. യൂത്ത് കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിഷു ആഘോഷത്തിന്റെ ഭാഗമായി ചെമ്പൂത്രയിലുള്ള വിശുദ്ധ മറിയം വീട്ടിലെ കുടുംബാംഗങ്ങളോടൊപ്പം വിഷു കൈനീട്ടം വിഷു ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു. കൊലപാതകത്തിനിരയായ ഏബലിന്റെ വീട് മന്ത്രി R. ബിന്ദു സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. ഓശാന ഞായർ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന ചിത്രം വലിയ ആഘോഷത്തിൻ്റെതാണ്. ഒലിവിൻ ചില്ലകൾ വീശി ജയ്വിളികൾ മുഴക്കുന്ന വലിയ ജനാവലിയുടെ നടുവിലൂടെ രാജാവിനെ പോലെ വരുന്ന യേശുക്രിസ്തു. ഈ ചിത്രം വലിയൊരു യുദ്ധം ജയിച്ചു വരുന്ന രാജാവിനെ എതിരേൽക്കുന്ന രംഗമാണ് ഓരോ വിശ്വാസിയുടെയും മനസ്സിൽ. മനുഷ്യരുടെ മഹത്വം സ്വീകരിക്കാൻ ഒരിക്കലും നിന്നുകൊടുത്തിട്ടില്ല യേശുക്രിസ്തു. ജെറുസലേമിലേക്കുള്ള പ്രവേശനം രാജകീയമാക്കാൻ യേശു തന്നെ ഒരുക്കുന്നു. ഇതുവരെ ആരും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടിയെ തയ്യാറാക്കാൻ ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നു. അത്ഭുതങ്ങൾ കണ്ട് തൻ്റെ പിന്നാലെ ഓശാന പാടി വരുന്ന ജനങ്ങൾ തന്നെ അല്പ ദിവസങ്ങൾക്ക് ശേഷം അവനെ ക്രൂശിക്കുക എന്ന് ആക്രോശിക്കുമെന്ന് യേശു നേരത്തെ മനസ്സിലാക്കിയിരുന്നു എന്ന് വേണം കരുതാൻ. വസ്ത്രങ്ങളാലും ഒലിവ് ചില്ലകളാലും അലങ്കരിച്ച ആനയിച്ച ഈ വഴിയിലൂടെ കുരിശ് ചുമപ്പിച്ച് കാൽവരിയിലേക്ക് കൊണ്ടുപോകും. മനുഷ്യരുടെ സ്തുതികൾ അർത്ഥശൂന്യമാണെന്ന് യേശുക്രിസ്തു മാനവരാശിക്ക് കാണിച്ചു തരികയായിരുന്നു. നാം ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിന്റെ ശാന്തിയും സമാധാനവും മറ്റുള്ളവരുടെ വാക്കുകൾക്ക് അടിയറ വയ്ക്കുമ്പോൾ ഓർക്കുക, ഓശാന വിളികളുടെ പരവതാനി വിരിച്ച വഴികളും കല്ലുകളും ആക്രോശങ്ങളും നിറഞ്ഞ വഴികളും നമ്മുടെ ജീവിതത്തിൽ മാറി മറിയും. അതുകൊണ്ട് മനുഷ്യരുടെ വാക്കുകളിലല്ല, എല്ലാം അതിജീവിച്ച് കുരിശിൽ മരണം വരിച്ച് ഉദ്ധാനം ചെയ്ത യേശു ക്രിസ്തു തന്റെ അനുയായികൾക്ക് കാണിച്ചു തന്ന വഴികളിലൂടെ ഓരോ വിശ്വാസികളും സഞ്ചരിക്കണം എന്ന പാഠം ക്രൈസ്തവ വിശ്വാസികൾ മറക്കാതിരിക്കട്ടെ. എല്ലാവർക്കും CTV ന്യൂസിന്റെ പെസഹ ആശംസകൾ. മണ്ണത്തി സെന്റ് ആന്റണീസ് ഇടവക പള്ളിയിലെ പെസഹ ആഘോഷങ്ങൾ തൃശൂർ അതിരൂപത ചാൻസലർ ഫാദർ ഡൊമിനിക് തലക്കോടന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. ഹോളി ഫാമിലി സ്കൂളിൽ നിന്നും ആരംഭിച്ച കുരുത്തോല പ്രദക്ഷിണത്തിന് ഫാദർ നിതിൻ പൊന്നാരി, കൈക്കാരന്മാരായ PP സണ്ണി, ജോണി കൂള, ആൻഡ്രു ചാലിശ്ശേരി, ജോയ് പുളിക്കൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി യുവജനങ്ങളും വിദ്യാർത്ഥികളും ഇടവക വിശ്വാസികളും പങ്കെടുത്ത കുരുത്തോല റാലിയിൽ യേശുക്രിസ്തു കഴുതപ്പുറത്തേറി ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നതിനെ അനുസ്മരിച്ച് കഴുതപ്പുറത്ത് യേശുവിന്റെ പ്രവേശനം പ്രതീകാത്മകമായി അവതരിപ്പിച്ചു. കവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. വാതിലുകളെ ശിരസുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. പ്രതാപവാനും ശക്തനുമായ കർത്താവ് തന്നെ. വാതിലുകളെ ശിരസുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. പ്രതാപവാനും ശക്തനുമായ കർത്താവ് തന്നെ.
തൃശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ ഓശാന തിരുക്കർമ്മങ്ങൾ നിർമ്മലമാത സ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ ആരംഭിച്ചു. തൃശൂർ അതിരൂപത മെത്രാപ്പൊലിത്ത അഭിവന്ദ്യ മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികനായിരുന്നു. കത്തീഡ്രൽ വികാരി റവറൻ ഫാദർ ജോസ് വല്ലൂരാൻ, റവറൻ ഫാദർ ഹെൻറി നീലങ്കാവിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. യേശുദേവന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ രാജകീയ വരവേൽപ്പിനെ അനുസ്മരിച്ചുകൊണ്ട് ആശീർവദിച്ച കുരുത്തോല കയ്യിലേന്തി അവിടെ നിന്നും പ്രദക്ഷിണമായി വിശ്വാസികൾ കത്തീഡ്രൽ ദേവാലയത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് വിശുദ്ധ ബലിയർപ്പിച്ചു. സർവേശ്വരനുമായി താതാത്മ്യം പ്രാപിക്കാൻ നന്മയുടെ മനസ്സുള്ളവരാകുവാൻ ഏവർക്കും അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് മെത്രാപ്പൊലീത്ത സന്ദേശമായി പ്രസംഗിച്ചു. ചടങ്ങുകൾക്ക് സഹവികാരിമാരായ റവറൻ ഫാദർ പ്രിജോ വടക്കേത്തല, റവറൻ ഫാദർ ജീസ്മോൻ ചെമ്മണ്ണൂർ, നടത്തുകൈക്കാരൻ ലൂവി കണ്ണാത്ത്, മറ്റ് കൈക്കാരന്മാരായ ജോസ് ചിറ്റാട്ടുകര, ജോജു മഞ്ഞില, തോമസ് കോനിക്കര, ഭക്തസംഘടനാ ഭാരവാഹികൾ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പിണറായി സർക്കാരിന് മൂന്നാമൂഴം കിട്ടുമെന്നത് വ്യാമോഹം മാത്രമാണെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ. മൂന്നാമൂഴം കിട്ടുമെന്ന CPMന്റെയും പിണറായി വിജയന്റെയും ആഗ്രഹം വ്യാമോഹം മാത്രമാണ്. ഇത്രയധികം അഴിമതി നടത്തിയ ഒരു സർക്കാരിനെ ജനങ്ങൾ വീണ്ടും തെരഞ്ഞെടുക്കുമെന്ന് കരുതാനാവില്ല. ഹമാസ് ബ്രദർഹുഡ് നേതാക്കളുടെ ചിത്രവുമേന്തി പ്രകടനം നടത്തിയവർക്കെതിരെ കേസെടുക്കണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഇത്തരം ഭീകരപ്രവർത്തനങ്ങളുടെ ചിത്രങ്ങളുമായി പ്രകടനം നടത്തിയവരെ ന്യായീകരിച്ച് ചില സംഘടനകൾ രംഗത്ത് വന്നത് അത്ഭുതമുളവാക്കുന്നുവെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഓശാന തിരുനാൾ തിരുകർമ്മങ്ങളിൽ പങ്കെടുത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ ലത്തീൻപള്ളിയിൽ നടത്തിയ ഓശാന തിരുനാൾ ആഘോഷത്തിലാണ് സുരേഷ് ഗോപി ഭാഗമായത്. കുരുത്തോല പ്രദക്ഷിണത്തിലും പ്രാർത്ഥനാ ചടങ്ങുകളിലും പങ്കെടുത്താണ് മന്ത്രി മടങ്ങിയത്. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകളാൽ മുഖരിതമായിരുന്നു തൃശൂർ റോമൻ കത്തോലിക്ക ലത്തീൻപള്ളി. പള്ളി അങ്കണത്തിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പള്ളി കമ്മിറ്റി അധികൃതരും വിശ്വാസികളും ചേർന്ന് സ്വീകരിച്ചു. വൈദികരിൽ നിന്നും കുരുത്തോലകൾ ഏറ്റുവാങ്ങി തുടർന്ന് നടന്ന കുരുത്തോല പ്രദക്ഷിണത്തിലും പങ്കെടുത്തു. ദേവാലയത്തിനകത്തെ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്ത് വിശ്വാസികൾക്ക് ആശംസകളും നേർന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും ഓശാന ദിവസം സുരേഷ് ഗോപി ചെലവഴിച്ചത് ലത്തീൻ പള്ളിയിൽ തന്നെയായിരുന്നു. യൂത്ത് കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിഷു ആഘോഷത്തിന്റെ ഭാഗമായി ചെമ്പൂത്രയിലുള്ള വിശുദ്ധ മറിയം വീട്ടിലെ കുടുംബാംഗങ്ങളോടൊപ്പം വിഷു കൈനീട്ടം വിഷു ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ് അധ്യക്ഷത വഹിച്ചു. DCC എക്സിക്യൂട്ടീവ് മെമ്പർ KC അഭിലാഷ് ആഘോഷ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. മറിയം വീട്ടിലെ കുടുംബാംഗങ്ങളോടൊപ്പം ഒരുമിച്ച് ഈ വിഷു ആഘോഷിക്കുവാൻ അവസരമൊരുക്കിയ യൂത്ത് കോൺഗ്രസ് മറ്റ് യുവജന സംഘടനകൾക്ക് മാതൃകയാണെന്ന് KC അഭിലാഷ് പറഞ്ഞു. ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും KPCC അംഗം ലീലാമ്മ തോമസ് വിഷു കൈനീട്ടം നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബാബു തോമസ് എല്ലാവർക്കും വിഷു ആശംസകൾ നേർന്നു. ലീലാമ്മ തോമസിന്റെയും തോമസ് വലിയമറ്റത്തിന്റെയും 48ാമത് വിവാഹ വാർഷികം കേക്ക് മുറിച്ച് ആഘോഷിച്ചു. തുടർന്ന് വ്യത്യസ്തങ്ങളായ കലാപരിപാടികളോടെയും വിപുലമായ വിഷു സദ്യയോടും കൂടിയാണ് വിഷു ആഘോഷ പരിപാടികൾ സമാപിച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഷിബു പോൾ, സുശീല രാജൻ, ഷൈജു കുര്യൻ, CS ശ്രീജു, KM പൗലോസ്, ബാബു പാണങ്കുടി, സന മത്തായി, PG ബേബി, ജോജോ കണ്ണാറ, പ്രിൻസ് KF, ബിന്ദു ബിജു, ജോസ് മൈനാട്ടിൽ, രാജു കാവ്യത്ത്, ഷാജി കീരിമോള, സിബിൻ ജോസഫ്, ജോസൂട്ടൻ, ജോളി ജോർജ്, ഹസീന മനാഫ്, ജിനേഷ് മൈലാട്ടുംപാറ, വിപിൻ വടക്കൻ, KA ചാക്കുണ്ണി, അജു തോമസ്, ബിജു എടപ്പാറ, ജെയ്മോൻ, ബീന, എൽഗ, എൽദ, എഡ്വിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജെറുസലേം നഗരത്തിലേക്ക് യേശുക്രിസ്തു കഴുതപ്പുറത്തേറി നടത്തിയ യാത്രയുടെ ഓർമ്മയിൽ ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചു. സമ്പന്നതയുടെയും അധികാരത്തിന്റെയും പ്രൗഢി കാട്ടുന്ന അശ്വാരൂഢരെ നിഷ്പ്രഭരാക്കി നഗരവീഥികളെ വിസ്മയിപ്പിച്ച് വിനയാന്യുതനായി കഴുതപ്പുറത്തേറിയായിരുന്നു യേശുവിന്റെ യാത്ര. മേലങ്കികൾ വഴിയിൽ വിരിച്ച് ഒലിവ് ചില്ലകളേന്തി ഓശാന വിളികളോടെ ജനം ആ രാജകീയ യാത്രയെ എതിരേറ്റു. ഇതോടെ പീഡാസഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഉയിർപ്പിന്റെയും ഓർമ്മകളിലേക്കുള്ള വിശുദ്ധ വാരാചരണത്തിന് തുടക്കമാകും. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടന്ന ഓശാന ഞായർ തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ആൻഡ്രോ ഒല്ലൂക്കാരൻ നേതൃത്വം നൽകി. മദർ സിസ്റ്റർ സ്റ്റെലസി, ട്രസ്റ്റിമാരായ ജിനോ വടക്കൂടൻ, വിൻസെന്റ് തോമസ്, VP സാൻജോ, ഡേവിസ് വല്ലൂരാൻ, കേന്ദ്ര സമിതി കൺവീനർ തോമസ് പുത്തൂർ, ഏകോപന സമിതി പ്രസിഡന്റ് CT ആന്റണി, പ്രതിനിധി യോഗം സെക്രട്ടറി നിക്സൺ ആലപ്പാട്ട്, ബ്രദർ ജിസ്മോൻ റോയ്,
സിബി സജി തുടങ്ങിയവർ നേതൃത്വം നൽകി. വാതിലുകളെ ശിരസ്സുയർത്തി നിത്യവാളുകളെ തുറക്കവേ, മഹത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. ഈ വാനത്തിലെ രാജാവ് ആരാകുന്നു, പ്രതാപവാൻ നക്ഷത്രമായ കർത്താവ് തന്നെ. വാതിലുകളെ ശിരസ്സുയർത്തി നിത്യവാളുകൾ തുറക്കവേ, മഹത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. ഈ മഹത്തിന്റെ രാജാവ് ആരാകുന്നു, പ്രതാപവാൻ നക്ഷത്രമായ കർത്താവ് തന്നെ. വാതിലുകളെ ശിരസ്സുയർത്തി നിത്യവാളുകൾ തുറക്കവേ, മഹത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. ഈ മഹത്വത്തിന്റെ രാജാവ് ആരാകുന്നു, പ്രതാപവാൻ നക്ഷത്രമായ കർത്താവ് തന്നെ. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിലെ ഓശാന തിരുക്കർമ്മങ്ങൾ രാവിലെ 6:30 ബത്ലഹേം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വിശുദ്ധ കുർബാനയോടെ ആരംഭിച്ചു. ബത്ലഹേം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച കുരുത്തോല പ്രദക്ഷിണം മുക്കാട്ടുകര സെന്റ് ജോർജ് ദേവാലയത്തിൽ പ്രവേശിച്ചു. തുടർന്ന് നടന്ന ഓശാന ഞായർ തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ പോൾ പിണ്ടിയാൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിവിധങ്ങളായ പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകൾക്ക് ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് പുത്തുകര, ഇടവക കൈക്കാരന്മാരായ വിൻസെന്റ് കവലക്കാട്ട്, CC സാജൻ, ജോൺസൺ പാലക്കൻ, ഡാനി ഡേവിസ്, ഇടവക PRO നിധിൻ ജോസ്, ഭക്ത സംഘടനകൾ, കുടുംബ കൂട്ടായ്മ പ്രതിനിധികൾ എന്നിവർ നേതൃത്വം നൽകി. വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ച് പൊങ്ങണങ്കാട് സെന്റ് മേരീസ് പള്ളിയിൽ ഓശാന ഞായർ ആചരിച്ചു. ഓശാന ഞായർ തിരുകർമ്മങ്ങൾക്ക് സെന്റ് എലിസബത്ത് കോൺവെന്റിൽ നിന്ന് കുരുത്തോല പ്രദക്ഷിണത്തോടെ ആരംഭിച്ചു. തുടർന്ന് പള്ളിയിൽ നടത്തിയ വിശുദ്ധ കുർബാനയ്ക്ക് പൊങ്ങണങ്കാട് പള്ളി വികാരി റവറൻ ഫാദർ ജോബി ചുള്ളിക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഡീക്കൻ നിധിൻ താഴത്ത് സഹകാർമ്മികത്വം വഹിച്ചു. ഇടവകയിലെ കൈക്കാരന്മാർ, സെന്റ് എലിസബത്ത് മേഴ്സി കോൺവെന്റുകളിലെ സിസ്റ്റേഴ്സ് എന്നിവർ നേതൃത്വം നൽകി. കൊലപാതകത്തിനിരയായ ഏബലിന്റെ വീട് മന്ത്രി R. ബിന്ദു സന്ദർശിച്ചു.
മാള കുഴൂരിൽ കൊലപാതകത്തിനിരയായ 6 വയസ്സുകാരൻ ഏബലിന്റെ വീട്ടിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സന്ദർശിച്ചു. പ്രതിക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കുന്നത് ഉറപ്പാക്കാൻ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. വളരെ ദുഃഖകരമായ അനുഭവമാണ് കുടുംബത്തിനുണ്ടായത്. 6 വയസ്സുള്ള പിഞ്ചു മകനാണ് ദാരുണമായ നിലയിൽ നഷ്ടപ്പെട്ടു പോയത്. പോലീസ് കൃത്യമായി ഇടപെടുകയും പ്രതിയെ കണ്ടുപിടിക്കുകയും ചെയ്തു. കുടുംബത്തിന്റെ ദുഃഖത്തിൽ മന്ത്രി പങ്കുചേർന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് മാസ്റ്ററും ജനപ്രതിനിധികളും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. വളരെ ദുഃഖകരമായ ഒരു അനുഭവമാണ് കുടുംബത്തിനുണ്ടായത്. 6 വയസ്സുള്ള ഒരു പിഞ്ചു മകനാണ് വളരെയധികം ദാരുണമായ നിലയിൽ നഷ്ടപ്പെട്ടു പോയത്. കുട്ടിയുടെ അമ്മയും സഹോദരങ്ങളും ഒക്കെ അതിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടുപോന്നിട്ടില്ല. പോലീസ് കൃത്യമായ നിലയിൽ ഇടപെടുകയും കുറ്റം ചെയ്ത പ്രതിയെ പിടികൂടുകയും പ്രതി കുറ്റം സമ്മതിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കാണുകയുണ്ടായി. മാതൃകാപരമായ ശിക്ഷ തന്നെ പ്രതിക്ക് ലഭിക്കും എന്ന് ഉറപ്പാക്കാനുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യുന്നതാണ്. കുടുംബത്തിൻ്റെ ദുഃഖം പങ്കുവയ്ക്കുകയാണ്. വേണ്ടുന്ന കാര്യങ്ങൾ വഴിയെ വേണ്ടതുപോലെ ചെയ്യും. അവധിക്കാലം ആഘോഷമാക്കി ഒരു കൂട്ടം കുട്ടിക്കുരുന്നുകൾ. ഓൺലൈനിൽ ഒതുക്കാതെ കൂട്ടം കൂടി ചക്കവറക്കൽ നടത്തുകയാണ് ഈ കുരുന്നുകൾ. പുത്തൂർ പഞ്ചായത്തിലെ ചെമ്പങ്കണ്ടത്താണ് വേറിട്ട പരിപാടിയുമായി കുട്ടിക്കുരുന്നുകൾ ഒത്തുകൂടുന്നത്. പൊതുപ്രവർത്തകനായ ജോർജ് കാക്കശ്ശേരിയുടെ നേതൃത്വത്തിലാണ് കുട്ടികളെ ഉൾപ്പെടുത്തി പഴമയുടെ ഓർമ്മ പുതുക്കി ചക്കവറുക്കൽ നടത്തുന്നത്. ഇന്നത്തെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി ഉപയോഗത്തിൽ നിന്നും പുതുതലമുറയെ പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടെ ഈ ചക്കവറുക്കലിന് പുറകിലുണ്ട്. ലഹരി ഉപയോഗങ്ങൾക്കെതിരെ നിരവധി സ്ഥലങ്ങളിൽ ധാരാളം ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കാറുണ്ടെങ്കിലും ഇത്തരമൊരു വേറിട്ട പരിപാടി തികച്ചും വ്യത്യസ്തമാവുകയാണ്. കുട്ടികളെ ഒഴിവു സമയങ്ങളിൽ ഇത്തരം ജോലികൾ ഏൽപ്പിച്ചാൽ അവർ മറ്റു കൂട്ടുകെട്ടുകളിൽ പോയി പെടുന്നത് ഒഴിവാക്കാൻ സാധിക്കുമെന്നും അതിനാലാണ് ധാരാളം ചക്ക ലഭിക്കുന്ന മലയോര ഗ്രാമമായ ചെമ്പങ്കണ്ടത്തെ കുട്ടികളെ ഉൾപ്പെടുത്തി ഇത്തരം ക്രിയാത്മകമായ പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിച്ചതെന്നും ജോർജ് കാക്കശ്ശേരി പറഞ്ഞു. രാവിലെ എത്തുന്ന കുട്ടികൾ ചക്ക ഇടുന്നതിനും വെട്ടിയരിയുന്നതിനും വറുത്തു കോരുന്നതിനും വൃത്തിയായി പാക്ക് ചെയ്യുന്നതിനും ഒപ്പം കൂടാറുണ്ട്. നാട്ടിലെ മില്ലുകളിൽ നിന്നും വാങ്ങുന്ന വെളിച്ചെണ്ണയിൽ വറുത്ത് കോരുന്ന ചക്ക ഉപ്പേരിക്ക് ആവശ്യക്കാരും കൂടുതലാണ്. ചെറിയ വരുമാനം ലഭിക്കുന്നതോടെ ദിവസവും ചക്ക വറവിനെത്തുന്ന കുട്ടികളുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. വാർഡ് മെമ്പർ നിമിഷ രതീഷ്, ജോർജിന്റെ മകൾ ഡോക്ടർ അനഘ, ചാരിറ്റി പ്രവർത്തകൻ തോമസ് ഐക്കരാട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ചക്കവറവ് പരിപാടിയിൽ 4ാം ക്ലാസ് മുതൽ +2 വരെയുള്ള 20ഓളം കുട്ടികളാണ് ദിവസേന എത്തുന്നത്. ചക്ക ഉപ്പേരി വിറ്റ് കിട്ടുന്ന പണം സ്കൂൾ തുറക്കുന്ന സമയത്തേക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കും. ഞാൻ ഡോക്ടർ അനഘ ജോർജ്. ഇന്നത്തെ നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് മാറാരോഗങ്ങളും മയക്കുമരുന്നും. എങ്ങനെയാണ് മാറാരോഗങ്ങൾ വരുന്നത്? തെറ്റായ ജീവിതശൈലി നമ്മൾ അനുകരിക്കുന്നതിലൂടെയാണ് കൂടുതൽ രോഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്നത്. ഉദാഹരണമായി ക്യാൻസർ, ഹൃദ്രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, അങ്ങനെ നിരവധി രോഗങ്ങൾ നമ്മൾക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? ഈ ജങ്ക് ഫുഡ്, അതുപോലെ തന്നെ വൃത്തിഹീനമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ വാങ്ങിക്കഴിക്കുന്നത് മൂലം, മറ്റ് വിവിധ തരത്തിലുള്ള പാനീയങ്ങൾ ഉപയോഗിക്കുന്നത് മൂലമാണ് നമുക്ക് ഇങ്ങനെയുള്ള രോഗങ്ങൾ എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വിപത്താണ് മയക്കുമരുന്ന്. ഇന്നത്തെ സമൂഹത്തെ കൊന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. ബാക്കിയുള്ളത് സർക്കാരും കൂടി ആകുമ്പോൾ നമ്മൾ പിടിച്ചു നിൽക്കും. നമ്മുടെ സമൂഹത്തെയും നമ്മുടെ മക്കളെയും എല്ലാവരെയും പിടിച്ചു നിർത്താൻ കഴിയും. നല്ല കുടുംബം, നല്ല സമൂഹം, നല്ല സർക്കാർ, നല്ല ചിന്താഗതി, നല്ല ആരോഗ്യം, അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചൊറ്റക്കെട്ടായി അണിനിരക്കാം. നല്ല ശുദ്ധമായ പ്രകൃതി തന്ന ഈ മായമില്ലാത്ത ചക്ക വറുത്തത് നമ്പർ 1 കേരളീ നമ്പർ 1 ഞങ്ങൾ സമൂഹത്തിന് സമർപ്പിക്കുകയാണ്. എല്ലാ തരത്തിലും ആളുകൾ 2 കൈ നീട്ടിയാണ് സ്വീകരിക്കുന്നത്. ഇത് മായമില്ലാത്തതാണ്, ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ്. ശുദ്ധമായ വെളിച്ചെണ്ണ ഗൾഫിലേക്ക് തന്നെ ഇപ്പോൾ കുറേ കയറി പോയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ കുറേ കൊടുത്തു കഴിഞ്ഞു. നല്ല രീതിയിലുള്ള പ്രതികരണമാണ് വരുന്നത് കുട്ടികളുടെ ഭാഗത്തുനിന്നും സമൂഹത്തിന്റെ ഭാഗത്തുനിന്നും. ഹലോ, ഞങ്ങളിന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഒരു ചെറിയ സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെക്കേഷൻ കാലത്ത് എല്ലാ പിള്ളേരും ഗ്രൗണ്ടുകളിൽ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി ലഹരികൾക്കും മയക്കുമരുന്നിന് അടിമപ്പെട്ട് അവരുടെ വെക്കേഷൻ കാലം മൊത്തം ആകെ ഇതായി പോകും. അപ്പം നമ്മൾ നമ്മുടെ സ്വന്തം അപ്പനമ്മമാരുടെ ഒപ്പം
ഒരു ചെറിയൊരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. ചക്ക വറുത്ത് വിഷു ആണല്ലോ, വിഷുവിനോടനുബന്ധിച്ച് ചക്ക വറുത്ത് ഓരോ വീടുകളിലേക്ക് അല്ലെങ്കിൽ കടകളിലേക്ക് എത്തിച്ച് അങ്ങനെ അതിനുവേണ്ടി ഒരു സംരംഭം തുടങ്ങി. പുത്തൂർ റോഡ് വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചിട്ട കിണറ്റിലേക്ക് ഓട്ടോ മറിഞ്ഞ് അപകടം. യുവാവ് രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രം. പുത്തൂർ റോഡ് വികസനത്തിന്റെ ഭാഗമായി ആൾമറയില്ലാതെ പൊളിച്ചിട്ട കിണറ്റിലേക്കാണ് കഴിഞ്ഞ രാത്രി 12 മണിയോടെ ഓട്ടോ മറിഞ്ഞത്. സൗണ്ട് ഓപ്പറേറ്ററായ ഒല്ലൂർ സ്വദേശി സോണി പി വിൽസൺ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് അപകടം. എതിരെ വന്ന വാഹനത്തിന് സൈഡ് നൽകുന്നതിനിടെ നിയന്ത്രണം തെറ്റി തുറന്നു കിടന്ന കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. റോഡ് വീതി കൂട്ടലിന്റെ ഭാഗമായി പൊളിച്ചിട്ട കിണർ കൃത്യമായി മൂടാതെയും സുരക്ഷാ വേലി കെട്ടാതെയും കിടക്കുന്നതിനാൽ വാഹനയാത്രക്കാർക്ക് ഇനിയും അപകട ഭീഷണി ഉയർത്തുന്നു. കിണറ്റിലേക്ക് ഓട്ടോ മറിഞ്ഞ ഉടൻ ഹാൻഡിലിൽ നിന്നും യുവാവ് പിടിവിടാതെ ഇരുന്നതും വാഹനം പകുതിയിൽ തങ്ങി നിന്നതുമാണ് സോണി പരിക്കേൽക്കാതെ രക്ഷപ്പെടാൻ ഇടയാക്കിയത്. കിണറ്റിൽ നിന്നും സ്വയം കയറി വരുന്ന യുവാവിനെ അതുവഴി വന്ന ബൈക്ക് യാത്രക്കാർ കണ്ടതോടെയാണ് അപകട വിവരം പുറത്തറിഞ്ഞത്. പിന്നീട് നാട്ടുകാരെ വിവരം അറിയിച്ചതോടെ മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്താൽ വാഹനം പുറത്തെടുത്തു. എത്രയും വേഗം കിണർ മൂടി യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. മൂർക്കിനിക്കര തിരുമാന്നാംകുന്ന് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം വിവിധ ചടങ്ങുകളോടെ നടത്തി. പൊങ്കാല ദിനമായ ഞായറാഴ്ച രാവിലെ ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രം മേൽശാന്തി പണ്ടാര അടുപ്പിലേക്ക് ശ്രീകോവിലിൽ നിന്നുള്ള അഗ്നി പകർന്നതോടെ പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമായി. പുതിയ മൺകലത്തിൽ അരിയും മറ്റും ചേർത്ത് തയ്യാറാക്കുന്ന പൊങ്കാല നിവേദ്യം ഭക്തർക്ക് നേരിട്ട് ദേവിക്ക് സമർപ്പിക്കാം. പൊങ്കാല മഹോത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾ നേതൃത്വം നൽകി. തുടർന്ന് എല്ലാവർക്കും അന്നദാനവും ഉണ്ടായിരുന്നു. തിരുമാനാകുന്ന് ഭഗവതി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവമാണ് നടക്കുന്നത്. അതിഗംഭീരമായ ചടങ്ങോടുകൂടി ഈ പൊങ്കാല മഹോത്സവം നടത്തുകയുണ്ടായി. ക്ഷേത്രം മേൽശാന്തി കൃഷ്ണ നമ്പൂതിരിയുടെ കാർമ്മികത്തിൽ വളരെ ഭംഗിയായി നടത്താൻ സാധിച്ചു. തുടർന്ന് പ്രസാദോട്ട് നമ്മുടെ ക്ഷേത്രത്തെ അഗ്രശാലയിൽ നടത്തുന്നുണ്ട്. എല്ലാം വളരെ ഭംഗിയായി നടത്തുവാൻ സാധിച്ചത് വളരെ നന്ദി. ഒരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകൾ തുടരുന്നു. വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ച് മന്നാമംഗലം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഓശാന ഞായർ ആഘോഷിച്ചു. ഞായറാഴ്ച രാവിലെ പള്ളിയിൽ നടത്തിയ തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ബേബി പോൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. യേശുക്രിസ്തുവിന്റെ ജെറുസലേം യാത്രയുടെ സ്മരണയിലാണ് കുരുത്തോലകളേന്തി ഓശാന തിരുനാൾ ആഘോഷം. സഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ദിനമായ പീഡാനുഭവ ദിവസങ്ങളുടെ വിശുദ്ധ വാരത്തിനും ഇതോടെ തുടക്കമായി. പള്ളി കമ്മിറ്റി ഭാരവാഹികളായ ജിജു പി വർഗീസ്, ബാബു പെരുമാലിൽ, ബേബി മനയത്ത്, സാജൻ പാറക്കൽ, ചെറിയാൻ കൊല്ലമ്പിടിയിൽ തുടങ്ങിയവർ ഓശാന തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുടയിലെ ഇറീഡിയം തട്ടിപ്പിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഇരിങ്ങാലക്കുട മാപ്രാണം സ്വദേശിയെ ഇറീഡിയം ലോഹത്തിന്റെ ബിസിനസ് ചെയ്ത് പണം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് തട്ടിപ്പ് നടത്തിയ പെരിഞ്ഞനം സ്വദേശിയായ പാപ്പുള്ളി വീട്ടിൽ ഹരിസ്വാമി എന്ന് വിളിക്കുന്ന ഹരിദാസൻ, താണശ്ശേരി മാമ്പുറക്കൽ വീട്ടിൽ ജിഷ, മാടായിക്കോണം വില്ലേജിൽ മാപ്രാണം ദേശത്ത് വെട്ടിയാട്ടിൽ വീട്ടിൽ പ്രസീത സുരേഷ് എന്നിവരെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജൻ, സബ് ഇൻസ്പെക്ടർമാരായ ദിനേഷ് കുമാർ, സതീശൻ, ASI സുനിത, സിവിൽ പോലീസ് ഓഫീസർമാരായ രാജശേഖരൻ, മുരളീകൃഷ്ണ എന്നിവർ ചേർന്നാണ് രാജീവിനെ അറസ്റ്റ് ചെയ്തത്. അയ്യന്തോൾ സിവിൽ ലൈൻ പാർക്ക് വാക്കേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മാരക ലഹരിക്കെതിരെ വാക്കത്തോൺ നടത്തി. അയ്യന്തോൾ അമർ ജവാൻ സ്മാരകത്തിന് മുന്നിൽ തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സർക്കിൾ ഇൻസ്പെക്ടർ അബ്ദുറഹ്മാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. സിവിൽ ലൈൻ പാർക്ക് വാക്കേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജെയിംസ് മുട്ടിക്കൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഷൺമുഖൻ കല്ലിങ്ങൽ, ബാലചന്ദ്ര സുഭാഷ്, പ്രകാശ് ബാബു പാറയിൽ, അഡ്വക്കേറ്റ് രവികുമാർ ഉബത്ത്, ആറ്റൂർ നാരായണൻ, ടൈനി ഫ്രാൻസിസ്, PB മേനോൻ, ജയന്തി കമലൻ, CK ഷീല എന്നിവർ നേതൃത്വം നൽകി. ഭാര്യയെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതി റിമാൻഡിൽ.
പിണങ്ങിക്കഴിയുകയായിരുന്ന ഭാര്യയെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. അതിരപ്പള്ളി വില്ലേജിൽ വെറ്റിലപ്പാറ ദേശത്ത് പുല്ലാർക്കാട്ടിൽ വീട്ടിൽ അജയനാണ് അറസ്റ്റിലായത്. അന്വേഷണ സംഘത്തിൽ മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീഷ്, സബ് ഇൻസ്പെക്ടർമാരായ താജുദ്ദീൻ, ഷാജു കെ, സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്യാംകുമാർ, രതീഷ്, അനിൽ എന്നിവരുമുണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആഘോഷിച്ചു. വിവിധ ദേവാലയങ്ങളിൽ ഓശാന തിരുകർമ്മങ്ങൾ നടന്നു. പിണറായി സർക്കാരിന് മൂന്നാം ഊഴം കിട്ടുമെന്നത് വ്യാമോഹം മാത്രമാണെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ. യൂത്ത് കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിഷു ആഘോഷത്തിന്റെ ഭാഗമായി ചെമ്പൂത്രയിലുള്ള വിശുദ്ധ മറിയം വീട്ടിലെ കുടുംബാംഗങ്ങളോടൊപ്പം വിഷു കൈനീട്ടം വിഷു ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു. കൊലപാതകത്തിനിരയായ ഏബലിന്റെ വീട് മന്ത്രി ആർ ബിന്ദു സന്ദർശിച്ചു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.